ഹജ്ജിന്റെ ഭാഗമായുള്ള ആരോഗ്യ സേവനങ്ങളിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. 400% വർധനവാണ് ഇത്തവണ ഹജ്ജ് സീസണിൽ സ്വകാര്യ മേഖലയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഹജ്ജിലെ ആരോഗ്യ സേവനങ്ങളിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഇത്രയധികം പങ്കാളിത്തം നൽകുന്നത് ഇതാദ്യമായാണ്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിച്ചിരുന്നു. ഇത് 400% വർദ്ധിച്ചിരുന്നെന്നാണ് ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത്. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തത്തോടെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം കൂടുതൽ ആളുകളിലേക്ക് വേഗത്തിൽ സേവനം എത്തിക്കുവാനും ലക്ഷ്യമിടുന്നു. ഈ വർഷം നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ ഹജ്ജിന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ മന്ത്രാലയവുമായി തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. മിനായിലെ തമ്പുകൾ നിലനിൽക്കുന്ന ഭാഗത്തും ആരോഗ്യ മന്ത്രാലയം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഫാർമസികളും ആശുപത്രികളും പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. 62 സ്വകാര്യ സ്ഥാപനങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിലായി പ്രവർത്തനം ലഭ്യമാക്കിയത്. ഇവരുടെ സേവനം എമർജൻസി മെഡിസിൻ രംഗത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ഹജ്ജിലെ പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന മെട്രോ റെയിൽവേ സ്റ്റേഷനുകളിലും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. 18 ഇടങ്ങളിൽ ഇതിനായി അനുവദിച്ച് നൽകിയിരുന്നു. മിനക്ക് പുറമെയുള്ള പുണ്യസ്ഥലങ്ങളിൽ 2 ആശുപത്രികളും സ്വകാര്യ മേഖലയുടെ ഭാഗമായി ഇത്തവണ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയവുമായി കരാർ തയ്യാറാക്കിയ സ്ഥാപനങ്ങളാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുത്തത്. അടുത്ത വർഷം മുതൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇത് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ തീർത്ഥാടകർക്ക് ലഭ്യമാക്കാനും സഹായകരമാവും. മീഡിയ 1 റിയാദ്.